ഇൻഷുറൻസ് അത് നമുക്ക് മനസ്സമാധാനം നൽകേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇപ്പോഴും അത് എടുക്കാൻ മടിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. നമുക്ക് അവയെ വിശകലനം ചെയ്യാം. ഇൻഷുറൻസ് യഥാർത്ഥത്തിൽ എന്താണ് പരിരക്ഷിക്കുന്നതെന്നോ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നോ പലർക്കും മനസ്സിലാകുന്നില്ല. അവർ ഇത് സങ്കീർണമാണെന്ന് കരുതുന്നു. ക്ലെയിം ചെയ്യേണ്ട സമയമാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ശരിക്കും സഹായിക്കില്ലെന്ന് ചിലർ കരുതുന്നു. അതിന് പിന്നിലുള്ള കമ്പനിയെ മനസ്സിലാക്കുക. ഇന്ത്യയിൽ 26 ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും 8 സ്റ്റാൻഡ് എലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ അടക്കം 33 നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഉണ്ട്. ഇന്ത്യയിലെ ഇൻഷുറൻസ് വ്യവസായത്തെ നിയന്ത്രിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള പരമോന്നത സ്ഥാപനമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പോളിസി ഉടമയുടെ മരണശേഷം മാത്രമേ ലൈഫ് ഇൻഷുറൻസ് വഴി പണം തിരികെ ലഭിക്കൂ എന്നാണ് കൂടുതൽ ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത വർഷത്തേക്ക് പണം അടച്ചുകൊണ്ട് പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ മച്യൂരിറ്റി കൈപ്പറ്റി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയും. അപ്രതീക്ഷിതമായി പോളിസി ഉടമ മരണപ്പെട്ടാൽ ബേസ് സം അഷ്വാർഡ് നോമിനിക്ക് ലഭിക്കും. കൂടാതെ പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ മച്യൂരിറ്റി തുകയും ലഭിക്കും. ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ഹെൽത്ത് ചെക്കപ്പിന്റെ ആവശ്യം ഇല്ല. പക്ഷേ ഓരോ തരം പോളിസികൾക്കും പ്രായപരിധി വ്യത്യസ്തമാണ്. സ്ഥിര വരുമാന പദ്ധതികൾ, ഭവന നിർമ്മാണം, വിവാഹം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാം. ചില ഇൻഷുറൻസ് ഏജന്റുമാർ ആളുകൾക്ക് തെറ്റായ പോളിസികൾ വിറ്റഴിച്ചേക്കാം. ഈ ആളുകൾ വഞ്ചിക്കപ്പെട്ടപ്പോൾ അവർ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ചു. ഇത് ഇൻഷുറൻസിൽ തന്നെ പൊതുവായ ഒരു ഭയമോ അവിശ്വാസമോ സൃഷ്ടിച്ചു. നിങ്ങൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുവാൻ ബാങ്കിന്റെയോ ഇൻഷുറൻസ് കമ്പനിയുടെയോ ഔദ്യോഗിക ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക. അവരുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ അഗ്രിമെന്റ് ലിങ്ക് വഴി നിങ്ങൾ എപ്പോഴും സുരക്ഷിതമായി പണം അടയ്ക്കണം. ഉയർന്ന ചികിത്സാ ചെലവിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് സഹായിക്കുന്നു എന്നതിനാൽ ഇത് പ്രധാനമാണ്. ആശുപത്രിവാസം, ഡോക്ടർ ഫീസ്, മരുന്നുകൾ, ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കുള്ള പണം നൽകാൻ ആരോഗ്യ ഇൻഷുറൻസ് സഹായിക്കുന്നു. ഒരിക്കലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിന് എല്ലാ വർഷവും പണം നൽകണം? അതൊരു സാധാരണ ചിന്തയാണ്. ഇൻഷുറൻസ് ഒരു നിക്ഷേപമല്ല, അത് ഒരു സുരക്ഷയാണ്. ആരോഗ്യ പ്രശ്നങ്ങളോ രോഗനിർണയമോ ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ തേടുക. ഇന്ന് പലരും എല്ലാ മാസവും ഒന്നിലധികം സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ ദൈനംദിന ചെലവുകളെല്ലാം കാരണം ഇൻഷുറൻസ് അടിയന്തിരമായി തോന്നുന്നില്ല. ഇന്ത്യയിലും മറ്റിടങ്ങളിലുമുള്ള പലരും ഇൻഷുറൻസിനെ നികുതി ലാഭിക്കാനുള്ള ഒരു ഉപാധിയായോ കള്ളപ്പണം വഴിതിരിച്ചുവിടുന്നതിനോ മറച്ചുവെക്കുന്നതിനോ ഉള്ള ഒരു മാർഗമായോ മാത്രം കാണുന്നു. ഇന്ത്യക്കാരിൽ ഏകദേശം 30% പേർക്ക് മാത്രമേ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉള്ളൂ. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ, പ്രത്യേകിച്ച് പൊതുപദ്ധതികളിലൂടെ വളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിലും ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം ഇൻഷുർ ചെയ്തിട്ടില്ല. ഇൻഷുറൻസ് ഒരു ആഡംബരമല്ലെന്നും നമ്മൾ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് അത് അത്യാവശ്യമാണെന്നും പലർക്കും ഇപ്പോഴും അറിയില്ല. ജീവിതം പ്രവചനാതീതമാണ്. ഇൻഷുറൻസ് വൈകിപ്പിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ സംരക്ഷണം ലഭിക്കാതിരിക്കുക എന്നാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ 20% എങ്കിലും ലാഭിക്കാൻ ലക്ഷ്യമിടൂ. അമിത ചെലവ് ഒഴിവാക്കാൻ നിങ്ങളുടെ വരുമാനവും ചെലവുകളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യൂ. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ പോലുള്ള സുരക്ഷിത ഓപ്ഷനുകൾ ഉപയോഗിക്കുക. വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോകും. ഒരാൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല കാര്യം. ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അവർ എന്തു ചെയ്തു എന്നതിനാണ് പ്രാധാന്യം. നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് ഇൻഷുറൻസിന്റെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെയും പ്രാധാന്യം മനസ്സിലാക്കൂ.